ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ വീക്കെൻഡാണ്, സാറ്റർഡേ ആൻഡ് സൺഡേ. മൺഡേ എനിക്ക് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് ഓഫാണ്. അങ്ങനെ 3 days അടുപ്പിച്ച് ഓഫ് കിട്ടുന്നുണ്ട്. ഞാൻ ലണ്ടൻ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ലണ്ടൻ പോകാൻ വേണ്ടി സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എന്നാലും നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ബസ്സൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും സെയിം ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണേ. അപ്പം പോണേക്കാളും മുന്നേ ഞാനൊന്ന് ഗ്രെക്സിലൊക്കെ കയറിയേക്കാന്ന് വിചാരിച്ച് പോവാട്ടോ. ഞാൻ ട്രാവലിംഗ് പോകുമ്പോൾ കുടിക്കുന്ന ഒരു സ്പെഷ്യൽ കോഫിയാണ് ഞാൻ കാണിച്ചത് കിട്ടുന്നത്. ഈ കാണുന്ന ഗ്രാൻഡ് സെൻട്രൽ എന്ന് പറഞ്ഞ ട്രെയിനിലാട്ടോ ഞാൻ പോകുന്നത്. ഡയറക്റ്റ് ട്രെയിൻ അല്ല, കണക്ഷനാണ്. അപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് മാറി കയറേണ്ട ആവശ്യമുണ്ട്. ഏകദേശം ഒരു 3 hours ട്രാവലിംഗ് ഉണ്ട്. ശരിക്കും കോഫി അല്ല, മോക്കാന്നാണ് പറയുന്നത് കേട്ടോ. ചോക്ലേറ്റും കഫീനും കൂടി ഉള്ളൊരു മിക്സാണ്. ശരിക്കും ചോക്ലേറ്റിന് കുത്തലും ഇല്ല. എന്നാൽ നമുക്ക് കോഫി ആണെങ്കിൽ നമുക്ക് ഒരു ഷുഗറെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ മാക്സിമം ഷുഗർ കട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിന് ഷുഗർ വേണ്ട. ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്, കഫീനും കൂടിയുള്ള മിക്സാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. എന്നാലും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവർ. കോഫി കുടിയും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മളങ്ങനെ ലണ്ടൻ കിങ് ക്രോസ് എത്തിയിരിക്കുക കേട്ടോ. കിങ് ക്രോസ് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണേ. കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ക്രൗഡഡ് ആണ്. സെൻറ്റ് പാക്കേഴ്സ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്റ്റേഷനാണ്. ഇതിനും വലിയ സ്റ്റേഷനാണ് കേട്ടോ സെൻറ്റ് പാക്കേഴ്സ്. നെക്സ്റ്റ് ഞാൻ ഈ കാണുന്ന സെൻറ്റ് പാക്കേഴ്സ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് ട്യൂബ് എടുക്കാൻ പോവാണേ. ഇവിടെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസിന് നമ്മൾ ട്യൂബ് എന്നാണ് കേട്ടോ പറയാം. ഈ സ്റ്റേഷനിൽ ഏകദേശം ഒരു 6 ലൈൻസ് ഓഫ് ട്യൂബ്സ് ഉണ്ട്. ഇത് സെൻട്രൽ ലണ്ടൻ ആയതുകൊണ്ട് വൺ ഓഫ് ദി ബിസിയസ്റ്റ് ട്യൂബ് സ്റ്റേഷൻ ആണ് കേട്ടോ. സോൺ 1 അങ്ങനെ ഞാൻ എത്തി. ഈ ഗ്രീൻ പാർക്കിലൂടെ കറങ്ങി തിരിഞ്ഞു പോകുന്നത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ സ്ഥലം കാണിച്ചു തരാനാണേ. ഈ കാണുന്ന ബക്കിംഗ്ഹാം പാലസ് ഏകദേശം 300 years മുന്നേ പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ക്യൂൻ വിക്ടോറിയ ഉള്ള ടൈമിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത്. ഇപ്പം നമ്മുടെ കിങ് ചാൾസ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഏകദേശം ഒരു 775 റൂംസ് ഉണ്ട്. അതുപോലെ 78 ബാത്റൂംസ് ഉണ്ട് കേട്ടോ ഈ പാലസിൻ്റെ ഉള്ളിൽ. പാലസിൻ്റെ ഫ്രണ്ടിൽ റോയൽ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസും ഗാർഡ്സും ഉണ്ട്. ഇവിടെ റോയൽ ഗാർഡ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി ഈ പാലസിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ മോണുമെൻ്റ് ആണ് ക്യൂൻ വിക്ടോറിയ മെമ്മോറിയൽ മോണുമെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ സ്ട്രക്ചർ ഉണ്ടോ ടോപ്പിലെ. ഇതിന് വിങ്ഡ് വിക്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന സമയം നല്ല ക്രൗഡഡ് ആണ്. അവിടെ ഒരു ബൈക്ക് റേസ് നടക്കുന്ന ടൈമാണ് കേട്ടോ. ലണ്ടൻ്റെ അടുത്തൊരു മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്നത്. ഇതാണ് ബിഗ് ബെൻ. ബിഗ് ബെൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഒരു നിക്ക് നെയിമാണ്. ദ ഗ്രേറ്റ് ബെൽ ഓഫ് ഗ്രേറ്റ് ക്ലോക്ക് ഓഫ് വെസ്റ്റ് മിനിസ്റ്റർ ആണ് കേട്ടോ. ഇതാണ് വേൾഡ്സ് ഫേമസ് ആയിട്ടുള്ളൊരു ക്ലോക്കാണ് കേട്ടോ. ലണ്ടൻ ഐയുടെ ഓപ്പോസിറ്റ് വെസ്റ്റ് മിനിസ്റ്ററിലാണ് ബിഗ് ബെൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം ഒരു 165 years മുന്നാണ് കേട്ടോ ഇതിൻ്റെ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. 316 feet ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു 11 floor ആണ് വരുന്നത്. ഇതാണ് നമുക്ക് ലണ്ടനിൽ 6 zones ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡാണ് ഓൾസെറ്റ് കാർഡ്. ബസ്സിന് യൂസ് ചെയ്യുക, അതുപോലെ ട്രെയിനിന് യൂസ് ചെയ്യുക.
ഇത് പിക്കാട്ടിലി സർക്കസ് ആട്ടോ. നിറയെ പേര് അതിൻ്റെ ചുറ്റോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻസ് ഒക്കെ കുറേ പേരുണ്ട്. ഈ കാണുന്ന ബി ബോർഡ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. 24x7 ആഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ അതിൽ. പിക്കാഡിലി നേരെ ടോട്ടനാങ്കോട്ട് എത്തിയിട്ടോ. ഇവിടുത്തെ ഈ വിഷ്വൽ ഇലൂഷണൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ശരിക്കും ഇങ്ങനെ നോക്കി നിന്നു പോകും, ഒരു രക്ഷയില്ല. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് വീടെത്തി. ഫ്രണ്ട്സ് ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട്. അവരുടെ കൂടെ പാർട്ടിയൊക്കെ കൂടി ഗ്രില്ലൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു കേട്ടോ.